തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 9, 1 മുതലുള്ള വാക്യങ്ങൾ. അന്ത്യോക്കസിൻ്റെ അവസാനം. അക്കാലത്ത് അന്ത്യോക്കസ് പേർഷ്യ ദേശത്ത് നിന്ന് തോറ്റു പിൻവാങ്ങി പെർസെപ്പോളിസ് നഗരത്തിൽ പ്രവേശിച്ച് ക്ഷേത്രങ്ങൾ കവർച്ച ചെയ്യാനും നഗരം കീഴ്പ്പെടുത്താനും ഉദ്യമിച്ചു. എന്നാൽ നഗരവാസികൾ ആയുധവുമായി പാഞ്ഞെത്തി അവനെയും അനുയായികളെയും തോൽപ്പിച്ചു. അന്ത്യോക്കസ് ലജ്ജിതനായി തിരിച്ചോടി. നിക്കാനോറിനും തിമോത്തിയോസിന്റെ സൈന്യത്തിനും സംഭവിച്ചത് എക്ബത്താനായിലെത്തിയപ്പോൾ അവൻ അറിഞ്ഞു. കോപാക്രാന്തനായി അവൻ തന്നെ തുരത്തിയവരോടുള്ള പക യഹൂദരോട് വീട്ടാൻ തീരുമാനിച്ചു. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ രഥം നിർത്താതെ ഓടിക്കാൻ സാരഥിക്ക് കൽപ്പന നൽകി. ദൈവത്തിന്റെ വിധി അവനെ അനുയാത്ര ചെയ്തിരുന്നു. എന്തെന്നാൽ ജെറുസലേമിലെത്തുമ്പോൾ അത് യഹൂദരുടെ ശ്മശാനമാക്കും എന്ന് അവൻ ഗർവോടെ പറഞ്ഞു. എന്നാൽ ഇസ്രായേലിന്റെ ദൈവവും സർവദർശിയുമായ കർത്താവ് അദൃശ്യവും ദുഷ്ശമവുമായ രോഗത്താൽ അവനെ പ്രഹരിച്ചു. പറഞ്ഞു തീർന്ന ഉടനെ നിശിതവും അപരിഹാര്യവുമായ ഉദരവേദന അവനെ പിടികൂടി. വളരെ പേരുടെ ഉദരങ്ങൾക്ക് കിരാതമായ പീഡനമേൽപ്പിച്ച അന്ത്യോക്കസിന് ഇത് സംഭവിച്ചത് തികച്ചും യുക്തമാണ്. എന്നാൽ ഇതുകൊണ്ടും അവൻ ധിക്കാരം അവസാനിപ്പിച്ചില്ല. കൂടുതൽ ഗർവിഷ്ഠനായി ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് രഥവേഗം വർദ്ധിപ്പിക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിശീഘ്രം പാഞ്ഞുകൊണ്ടിരുന്ന തേരിൽ നിന്ന് അവൻ തെറിച്ചു വീണു. തൽഫലമായി അവനു സർവാംഗം വേദനയുണ്ടായി. അതിമാത്രമായ അഹങ്കാരത്താൽ തിരമാലകളെ ചൊൽപ്പിടിക്ക് നിർത്താമെന്നും ഉന്നത ശൈലങ്ങളെ ത്രാസിൽ തൂക്കാമെന്നും വ്യാമോഹിച്ച അവൻ നിലംപതിച്ച് മഞ്ചലിൽ വഹിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ശക്തി എല്ലാവർക്കും ദൃശ്യമായി. ആ അധർമ്മയുടെ ദേഹമാസകലം പുഴുക്കൾ നിറഞ്ഞു. കഠിന വേദന കൊണ്ട് പുളയുന്ന അവൻ്റെ മാംസം അവൻ ജീവിച്ചിരിക്കെ തന്നെ അഴുകിത്തുടങ്ങി. ദുർഗന്ധത്താൽ അറപ്പോടെ സൈന്യം അവനിൽ നിന്ന് അകന്നു. നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചവനെ ദുസ്സഹമായ ദുർഗന്ധ നിമിത്തം ആർക്കും വഹിക്കാൻ കഴിഞ്ഞില്ല. അന്ത്യോക്കസിന്റെ മനസ്സിടിഞ്ഞു. ദൈവത്തിന്റെ ശിക്ഷയേറ്റ് സദാ വേദന അനുഭവിച്ചപ്പോൾ അവൻ ഗർവം വെടിഞ്ഞ് വിവേകം വീണ്ടെടുക്കാൻ തുടങ്ങി. സ്വന്തം ദുർഗന്ധം സഹിക്കവയ്യാതായപ്പോൾ അവൻ പറഞ്ഞു, ദൈവത്തിന് കീഴ്പ്പെടുക യുക്തം തന്നെ. ദൈവത്തിന് തുല്യനെന്ന് മർത്യരാരും കരുതരുത്. കർത്താവിൻ്റെ കൃപ നിഷേധിക്കപ്പെട്ട ആ മ്ലേച്ഛൻ അവിടുത്തോട് പ്രതിജ്ഞ ചെയ്തു, ഇടിച്ചു നിരത്തി ശ്മശാനമാക്കാൻ വെമ്പൽ കൊണ്ട നഗരത്തിന് ഞാൻ സ്വാതന്ത്ര്യം നൽകും. സംസ്കരിക്കപ്പെടാൻ അയോഗ്യരെന്ന് വിധിച്ച് സന്താനങ്ങളോടുകൂടെ മൃഗാദികൾക്ക് ഇരയാക്കാൻ നിശ്ചയിച്ചിരുന്ന യഹൂദരെ ആദൻസ് പൗരന്മാർക്ക് തുല്യരാക്കും. കൊള്ള ചെയ്യപ്പെട്ട ദേവാലയം അതിമനോഹരമായ കാണിക്കകളാൽ അലങ്കരിക്കും. വിശുദ്ധ പാത്രങ്ങൾ അനേക മടങ്ങായി തിരിച്ചേൽപ്പിക്കും. ബലിയർപ്പണത്തിനുള്ള ചെലവുകൾ സ്വന്തം വരുമാനത്തിൽ നിന്ന് വഹിക്കും. ഇതിനു പുറമെ ഞാൻ തന്നെ യഹൂദ മതം സ്വീകരിച്ച് മനുഷ്യവാസമുള്ളിടത്തെല്ലാം പോയി ദൈവത്തിൻ്റെ ശക്തി വിളംബരം ചെയ്യും. എന്നാൽ ദൈവം തൻ്റെ മേൽ ന്യായവിധി നടത്തുന്നതിനാൽ പീഡകൾക്ക് ഒരു ശമനവും ഉണ്ടാകുന്നില്ലെന്ന് കണ്ട് അന്ത്യോക്കസ് പ്രത്യാശ വെടിഞ്ഞ് യാചനാരൂപത്തിൽ യഹൂദർക്ക് ഇങ്ങനെ എഴുതി: ഉത്തമന്മാരായ യഹൂദ പൗരന്മാർക്ക് അവരുടെ രാജാവും സൈന്യാധിപനുമായ അന്ത്യോക്കസ് ആരോഗ്യവും ഐശ്വര്യവും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നിങ്ങളും സന്താനങ്ങളും സുഖമായിരിക്കുകയും നിങ്ങളുടെ അഭീഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ്. ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ. നിങ്ങളുടെ മതിപ്പും സന്മനസ്സും ഞാൻ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. പേർഷ്യയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ദുസ്സഹമായൊരു രോഗം എന്നെ ബാധിച്ചതിനാൽ പൊതു സുരക്ഷിതത്വത്തെപ്പറ്റി ചിന്തിക്കേണ്ടത് ആവശ്യകമായി വന്നിരിക്കുന്നു. എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭഗ്നാശനല്ല.
ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമെന്ന നല്ല പ്രത്യാശയുണ്ട്. ഉത്തര പ്രവിശ്യകളിൽ പടനീക്കങ്ങൾ നടത്തുമ്പോൾ എൻ്റെ പിതാവ് തനിക്കൊരു പിൻഗാമിയെ നിയോഗിച്ചിരുന്നത് ഞാൻ സ്മരിക്കുന്നു. അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവിക്കുകയോ അശുഭമായ വാർത്ത പരക്കുകയോ ചെയ്താൽ ആരെയാണ് ഭരണം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ അസ്വസ്ഥരാകാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. തന്നെയുമല്ല, അതിർത്തി പ്രദേശങ്ങളിലെയും അയൽ രാജ്യങ്ങളിലെയും രാജാക്കന്മാർ അവസരം പാർത്തിരിക്കുകയാണെന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിരിക്കുകയാണെന്നും എനിക്കറിയാം. അതിനാൽ ഞാൻ എൻ്റെ പുത്രൻ അന്ത്യോക്കസിനെ രാജാവായി നിയമിച്ചിരിക്കുന്നു. ഉത്തരദേശങ്ങളിലേക്ക് ഞാൻ തിടുക്കത്തിൽ പോയ മിക്ക അവസരങ്ങളിലും നിങ്ങളിൽ പലരെയും അവൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ കത്തിലെ വിവരങ്ങൾ അവനെയും എഴുതി അറിയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച പൊതുവും വ്യക്തിപരവുമായ സേവനങ്ങൾ അനുസ്മരിക്കണമെന്നും എന്നോടും എൻ്റെ പുത്രനോടും നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന സൗമനസ്യം തുടർന്നും കാണിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. അവൻ എൻ്റെ നയം തുടരുമെന്നും നിങ്ങളോട് സൗമ്യതയും ദയയും കാണിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. ഘാതകനും ദൈവദൂഷകനുമായ ആ മനുഷ്യൻ താൻ മറ്റുള്ളവരിൽ ഏൽപ്പിച്ചതിന് തുല്യമായ കഠിനവേദന അനുഭവിക്കുകയും അതിദയനീയമായി അന്യനാട്ടിൽ മലമ്പ്രദേശത്ത് വെച്ച് ജീവൻ വെടിയുകയും ചെയ്തു. രാജസേവകരിൽ ഒരുവനായ ഫിലിപ്പ് അവൻ്റെ ജഡം വീട്ടിലെത്തിച്ചു. അനന്തരം അന്ത്യോക്കസിൻ്റെ പുത്രനെ ഭയന്ന് അവൻ ഈജിപ്തിൽ ടോളമി ഫിലെമേത്തോറിൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചു. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 10. ദേവാലയ ശുദ്ധീകരണം. കർത്താവിനാൽ നയിക്കപ്പെട്ട് മക്കബേയൂസും അനുയായികളും നഗരവും ദേവാലയവും വീണ്ടെടുത്തു. വിദേശീയർ പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന ബലിപീഠങ്ങളും കാവുകളും നശിപ്പിച്ചു. ദേവാലയം ശുദ്ധീകരിച്ചതിന് ശേഷം അവർ ബലിയർപ്പണത്തിന് മറ്റൊരു പീഠം നിർമ്മിച്ചു. കല്ലുകൾ ഉരച്ച് തീ കത്തിച്ച് ബലിയർപ്പിക്കുകയും കുന്തിരിക്കം പുകയ്ക്കുകയും വിളക്ക് കൊളുത്തുകയും ചെയ്ത് തിരുസാന്നിധ്യപ്പം പ്രതിഷ്ഠിച്ചു. 2 വർഷം കഴിഞ്ഞിരുന്നു അവിടെ ബലിയർപ്പിച്ചിട്ട്. അവർ സാഷ്ടാംഗം വീണ് ഇത്തരം ദുരിതങ്ങളിൽ മേലിൽ തങ്ങൾക്ക് വരുത്തരുതെന്നും എപ്പോഴെങ്കിലും പാപം ചെയ്താൽ ക്ഷമാപൂർവം ശിക്ഷണ നൽകി രക്ഷിക്കണമെന്നും തങ്ങളെ ദൈവദൂഷകരും കിരാതരുമായ ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത് എന്നും കർത്താവിനോട് പ്രാർത്ഥിച്ചു. വിദേശീയർ ദേവാലയം അശുദ്ധമാക്കിയ അതേ ദിവസം, അതായത് കിസ്ലേവ് മാസം 25-ാം ദിവസം ദേവാലയ ശുദ്ധീകരണം നടന്നു. അവർ അത് കൂടാര തിരുനാളിൻ്റെ മാതൃകയിൽ ആനന്ദത്തോടും ആർഭാടത്തോടും കൂടെ 8 ദിവസം ആചരിച്ചു. കൂടാര തിരുനാളുകളിൽ ചെയ്തിരുന്നത് പോലെ തങ്ങൾ മലകളിലും ഗുഹകളിലും വന്യമൃഗങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞത് അധിക നാൾ മുൻപല്ലെന്ന് അവർ അനുസ്മരിച്ചു. തരിരോഹിണി ചക്രങ്ങളാൽ അലങ്കൃതമായ ദണ്ഡുകളും മനോഹരമായ മരച്ചില്ലകളും ഈന്തപ്പന കൈകളും വഹിച്ചുകൊണ്ട് അവർ വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുദ്ധീകരണം വിജയിപ്പിച്ച കർത്താവിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ അർപ്പിച്ചു. പിന്നീട് ആണ്ടുതോറും യഹൂദജനം മുഴുവൻ ആ ദിനങ്ങൾ ആചരിക്കണമെന്ന് അവർ ജനഹിതമനുസരിച്ച് പൊതുനിയമം ഉണ്ടാക്കി. എപ്പിഫാനസ് എന്നറിയപ്പെടുന്ന അന്ത്യോക്കസിന്റെ കഥ ഇങ്ങനെ അവസാനിച്ചു. അന്ത്യോക്കസ് യൂപ്പാത്തോർ. അധർമ്മിയായ ആ മനുഷ്യന്റെ പുത്രനായ അന്ത്യോക്കസ് യൂപ്പാത്തോറിന്റെ ഭരണകാലത്ത് സംഭവിച്ച കാര്യങ്ങളും യുദ്ധക്കെടുതികളിൽ മുഖ്യമായവയുടെ സംക്ഷിപ്തമായ വിവരണവുമാണ് ഞങ്ങൾ ഇനി പറയുന്നത്. ഇവൻ രാജാവായ ഉടനെ ലിസിയാസ് എന്നൊരുവനെ ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും അധിപനായി നിയമിച്ചു. മക്രോൺ എന്ന് വിളിക്കപ്പെടുന്ന ടോളമി യഹൂദർക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളെ ഓർത്ത് അവരോട് നീതി പ്രവർത്തിക്കുന്നതിൽ മുൻപനായി അവരുമായി സമാധാനപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഉദ്യമിച്ചു. തൽഫലമായി രാജമിത്രങ്ങൾ അവനെ യൂപ്പാത്തോറിന്റെ മുൻപിൽ കുറ്റപ്പെടുത്തി. ഫിലോമെത്തോർ ഏൽപ്പിച്ചിരുന്ന സൈപ്രസ് വിട്ട് അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ പക്ഷം ചേർന്നതുകൊണ്ട് തന്നെ എല്ലാവരും രാജദ്രോഹി എന്ന് വിളിക്കുന്നത് അവൻ കേട്ടു. തൻ്റെ സ്ഥാനത്തിന് ചേർന്ന ആദരം ആർജിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അവൻ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചു. ഗോർജിയാസ് അവിടുത്തെ ഭരണാധിപനായപ്പോൾ
ഒരു കൂലിപ്പട്ടാളത്തെ ശേഖരിച്ച് യഹൂദരോട് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു. പ്രധാനമായ കോട്ടകൾ കൈയടക്കിയ ഇദുമേയരും യഹൂദരെ അലട്ടി. അവർ ജെറുസലേമിൽ നിന്ന് ബഹിഷ്കൃതരാകുന്നവരെ സ്വാഗതം ചെയ്യുകയും യുദ്ധം തുടരാൻ ശ്രമിക്കുകയും ചെയ്തു. മക്കബേയൂസും അനുചരന്മാരും പരസ്യ പ്രാർത്ഥന നടത്തി. തങ്ങളോടൊപ്പം യുദ്ധം ചെയ്യണമെന്ന് ദൈവത്തോട് യാചിച്ചുകൊണ്ട് ഇദുമേയരുടെ കോട്ടകളിലേക്ക് പാഞ്ഞു ചെന്നു. ശക്തിയോടെ ആക്രമിച്ച് ആ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുകയും കോട്ടകളിൽ നിന്ന് പോരാടിയവരെ തുരത്തുകയും നേരിട്ടെതിർത്തവരെ വധിക്കുകയും ചെയ്തു. ഇത് 20,000-ൽ കുറയാത്ത പടയാളികൾ കൊല്ലപ്പെട്ടു. ഉപരോധം ചെറുക്കാൻ സജ്ജമാക്കിയിരുന്ന 2 ബലിഷ്ഠ ഗോപുരങ്ങളിലായി 9,000-ൽ പരം ആളുകൾ അഭയം പ്രാപിച്ചു. മക്കബേയൂസ് അവരെ ആക്രമിക്കുന്നതിന് മതിയായ ഒരു സേനയോടുകൂടെ ശിമയോനെയും ജോസഫിനെയും ഒപ്പം സക്കേവൂസിനെയും അവൻ്റെ ആളുകളെയും അവിടെ നിർത്തി. തൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവൻ പുറപ്പെട്ടു. എന്നാൽ ശിമയോനോടുകൂടെ ഉണ്ടായിരുന്ന പണക്കൊതിയന്മാരായ ആളുകൾക്ക് ഗോപുരങ്ങളിലുണ്ടായിരുന്ന ചിലർ കൈക്കൂലി കൊടുക്കുകയും 70,000 ദ്രാഗ്മ കൈപ്പറ്റി അവരിൽ ചിലർ രക്ഷപ്പെടുന്നതിന് അവർ അനുവദിക്കുകയും ചെയ്തു. ഈ വാർത്ത മക്കബേയൂസിൻ്റെ അടുത്തെത്തി. അവൻ ജനനേതാക്കളെ വിളിച്ചുകൂട്ടി ആ ദുരാഗ്രഹികൾ തങ്ങളുടെ സഹോദരന്മാരെ വിറ്റു എന്നും അവർക്കെതിരെ ശത്രുക്കളെ സ്വതന്ത്രരാക്കി വിട്ടു എന്നും കുറ്റപ്പെടുത്തി. അനന്തരം അവൻ ആ ദ്രോഹികളെ വധിക്കുകയും വേഗം 2 ഗോപുരങ്ങളും പിടിച്ചടക്കുകയും ചെയ്തു. താൻ ഏറ്റെടുത്ത യുദ്ധങ്ങളിലെല്ലാം വിജയം വരിച്ച മക്കബേയൂസ് 2 ഗോപുരങ്ങളിലുമായി 20,000-ൽ പരം ആളുകളെ വധിച്ചു. യഹൂദർ മുൻപ് തോൽപ്പിച്ചോടിച്ച തിമോഥെയോസ് വലിയൊരു കൂലിപ്പടയെയും ഏഷ്യയിൽ നിന്ന് വലിയൊരു കുതിരപ്പടയെയും ശേഖരിച്ചു. യൂദയ പിടിച്ചടക്കാൻ വേണ്ടി പട നീക്കി. അപ്പോൾ മക്കബേയൂസും അനുയായികളും ശിരസിൽ പൂഴി വിതറി അരയിൽ ചാക്ക് ചുറ്റി ദൈവത്തോട് യാചിച്ചു. ബലിപീഠത്തിൻ്റെ മുൻപിലുള്ള സോപാനത്തിൽ സാഷ്ടാംഗം വീണ് നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തങ്ങളോട് ദയ കാണിക്കണമെന്നും തങ്ങളുടെ ശത്രുക്കൾക്ക് ശത്രുവും എതിരാളികൾക്ക് എതിരാളിയുമായിരിക്കണമെന്നും അവർ അവിടുത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം എഴുന്നേറ്റ് ആയുധങ്ങൾ ധരിച്ച് നഗരത്തിൽ നിന്ന് കുറേ ദൂരം മുൻപോട്ട് നീങ്ങി ശത്രു സങ്കേതം സമീപിച്ചപ്പോൾ നിന്നു. പ്രഭാതമായതോടെ 2 സൈന്യങ്ങളും ഏറ്റുമുട്ടി. തങ്ങളുടെ വിജയത്തിൻ്റെ ഉറപ്പ് തങ്ങളുടെ പരാക്രമം മാത്രമല്ല കർത്താവിലുള്ള ആശ്രയമാണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ, തങ്ങളുടെ ക്രോധാവേശത്തെ പടനായകനാക്കിയ മറ്റൊരു കൂട്ടർ. യുദ്ധം മുറുകിയപ്പോൾ സ്വർണ്ണ കടിഞ്ഞാണിട്ട കുതിരകളുടെ പുറത്ത് തേജസ്വികളായ 5 പേർ ആകാശത്തു നിന്ന് വരുന്നത് ശത്രുക്കൾ കണ്ടു. അവരാണ് യഹൂദരെ നയിച്ചത്. അവർ മക്കബേയൂസിന് മുറിവേൽക്കാതിരിക്കാൻ ചുറ്റും നിന്ന് തങ്ങളുടെ പരിചകളും ആയുധങ്ങളും കൊണ്ട് അവനെ സംരക്ഷിച്ചു. അവർ ശത്രുവിൻ്റെ മേൽ അസ്ത്രങ്ങളും ഇടിവാളുകളും അയച്ച് അവരെ അന്താളിപ്പിച്ച് അന്ധതയിലാഴ്ത്തി ചിതറിക്കുകയും വധിക്കുകയും ചെയ്തു. 600 കുതിരപ്പടയാളികൾക്ക് പുറമെ 20,500 പേർ വധിക്കപ്പെട്ടു. കേരയാസിൻ്റെ കീഴിലുള്ള സുശക്ത കാവൽ സേനയോട് കൂടിയ ഗസറ എന്ന കോട്ടയിലേക്ക് തിമോഥെയോസ് പലായനം ചെയ്തു. മക്കബേയൂസും അനുയായികളും സന്തുഷ്ടരായി. അവർ അതിനെ 4 ദിവസം ഉപരോധിച്ചു. ഉള്ളിലുണ്ടായിരുന്നവർ കോട്ടയുടെ ഉറപ്പിൽ ആശ്രയിച്ചിരുന്നതിനാൽ കഠിനമായി ദൈവദൂഷണം പറയുകയും അസഭ്യവാക്കുകൾ വർഷിക്കുകയും ചെയ്തു. എന്നാൽ 5-ാം ദിവസം പ്രഭാതത്തിൽ മക്കബേയൂസിൻ്റെ സൈന്യത്തിലെ 20 യുവാക്കന്മാർ ആ ദൈവദൂഷണം കേട്ട് കോപം ജ്വലിച്ച് മതിലിലൂടെ ഇരച്ചു കയറി കണ്ടവരെയെല്ലാം നിർദ്ദയം അരിഞ്ഞു വീഴ്ത്തി. ഇതുപോലെ മതിൽ കയറിയ മറ്റു ചിലർ എതിർത്തു നിന്ന് ആ ദൈവദൂഷകരെ പിന്നിൽ നിന്ന് ആക്രമിച്ചു. ഗോപുരങ്ങൾക്ക് തീ വെച്ചു. തീ കൊളുത്തി അവരെ ജീവനോടെ ദഹിപ്പിച്ചു. ചിലർ കവാടങ്ങളെ തകർത്ത് ബാക്കി സൈന്യത്തെ അകത്ത് കടത്തുകയും നഗരം കൈവശപ്പെടുത്തുകയും ചെയ്തു. ഒരു ജലസംഭരണിയിൽ ഒളിച്ചിരുന്ന തിമോഥെയോസിനും അവൻ്റെ സഹോദരൻ കേരിയാസിനെയും അപ്പോളോ ഫാനസിനെയും അവർ വധിച്ചു. അനന്തരം അവർ ഇസ്രായേലിനോട് വലിയ ദയ കാണിക്കുകയും തങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യുന്ന കർത്താവിനെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ വാഴ്ത്തി. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന
അധ്യായം 11. ലിസിയാസിൻ്റെ പരാജയം. ഈ സംഭവങ്ങൾ രാജാവിൻ്റെ രക്ഷാകർത്താവും ചാർച്ചക്കാരനും ഭരണ ചുമതല വഹിച്ചിരുന്നവനുമായ ലിസിയാസിനെ അമർഷം കൊള്ളിച്ചു. അവൻ ഉടനെ 80,000 പടയാളികളെയും കുതിരപ്പട മുഴുവനെയും ശേഖരിച്ച് യഹൂദർക്കെതിരെ നീങ്ങി. നഗരത്തെ ഗ്രീക്ക് അധിനിവേശ സ്ഥലമാക്കുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം. മറ്റു ജനതകളുടെ ക്ഷേത്രങ്ങൾക്കെന്ന പോലെ അവരുടെ ദേവാലയത്തിന് നികുതി ചുമത്താനും പ്രധാന പുരോഹിത സ്ഥാനം ആണ്ടുതോറും വിൽപ്പനയ്ക്ക് വയ്ക്കാനും അവൻ ഉദ്ദേശിച്ചു. ലിസിയാസ് ദൈവശക്തിയെ തൃണവദ്ഗണിച്ചെന്ന് മാത്രമല്ല, 10,000 കാലാൾ പടയാളികളുടെയും 1000 കുതിരപ്പടയാളികളുടെയും 80 ആനകളുടെയും ബലത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അഹങ്കരിക്കുകയും ചെയ്തു. അവൻ യൂദയായിൽ കടന്ന് ജെറുസലേമിൽ നിന്ന് ഏകദേശം 20 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നതും കോട്ടയാൽ ബലിഷ്ഠവുമായ ബേത്സൂറിലെത്തി അതിനെ ശക്തമായി ആക്രമിച്ചു. ലിസിയാസ് കോട്ടകൾ ആക്രമിക്കുന്നതായി മക്കബേയൂസിനും അനുയായികൾക്കും അറിവ് കിട്ടി. ഉടനെ അവരും ജനവും ഒരുമിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു ഉത്തമ ദൂതനെ അയച്ചു തരണമെന്ന് കണ്ണീരോടും വിലാപത്തോടും കൂടെ കർത്താവിനോട് അപേക്ഷിച്ചു. ആദ്യം ആയുധമെടുത്തത് മക്കബേയൂസാണ്. സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി തന്നോടൊത്ത് ജീവൻ പണയം വെച്ച് പോരാടാൻ അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അവർ ഒറ്റക്കെട്ടായി കുതിച്ചു പാഞ്ഞു. ജെറുസലേമിൽ നിന്ന് അകലുന്നതിന് മുൻപ് ധവള വസ്ത്രധാരിയായ ഒരു അശ്വാരൂഢൻ സ്വർണ്ണായുധങ്ങൾ ചുഴിച്ചുകൊണ്ട് തങ്ങളുടെ മുൻപ് നീങ്ങുന്നത് അവർ കണ്ടു. അവൻ കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു. മനുഷ്യരെ മാത്രമല്ല, ഘോരമൃഗങ്ങളെയും ഉരുക്കു കോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു. കർത്താവിൻ്റെ കൃപാകടാക്ഷമുണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനോടൊപ്പം യുദ്ധസജ്ജരായി അവർ മുന്നേറി. ശത്രുക്കളുടെ മേൽ സിംഹങ്ങളെ പോലെ ചാടി വീണ് 11,000 കാലാൾ പടയാളികളെയും 1,600 കുതിരപ്പടയാളികളെയും അവർ വധിച്ചു. അവശേഷിച്ചവരെ പലായനം ചെയ്യിച്ചു. അധികം പേരും നിരായുധരും മുറിവേറ്റവരുമായിട്ടാണ് ഓടിപ്പോയത്. ലിസിയാസ് തന്നെയും അപഹാസ്യമായി പലായനം ചെയ്താണ് രക്ഷപ്പെട്ടത്. സമാധാന ഉടമ്പടി. എന്നാൽ ലിസിയാസ് ബുദ്ധിഹീനനല്ലായിരുന്നു. തനിക്ക് നേരിട്ട പരാജയത്തെക്കുറിച്ച് അവൻ ആലോചിച്ചു. സർവശക്തനായ ദൈവം ഹെബ്രായ പക്ഷത്ത് പോരാടിയതിനാലാണ് തനിക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയാഞ്ഞതെന്ന് അവൻ മനസ്സിലാക്കി. തുടർന്ന് അവൻ ഹെബ്രായർക്ക് രാജാവിൻ്റെ മൈത്രി നേടിക്കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് നീതിപൂർവകമായ വ്യവസ്ഥകളിൽ ഒത്തുതീർപ്പിന് തയ്യാറാകാൻ ഒരു സന്ദേശം വെച്ച് അവരെ പ്രേരിപ്പിച്ചു. മക്കബേയൂസ് യഹൂദർക്ക് വേണ്ടി ലിസിയാസിന് രേഖാമൂലം സമർപ്പിച്ച അഭ്യർത്ഥനകൾ ഓരോന്നും രാജാവ് അനുവദിച്ചു. ലിസിയാസ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മക്കബേയൂസ് പൊതു നന്മയായിട്ടുള്ള താല്പര്യ നിമിത്തം സമ്മതിച്ചു. ലിസിയാസ് യഹൂദർക്ക് ഇപ്രകാരം ഒരു കത്തെഴുതി: യഹൂദ ജനതയ്ക്ക് ലിസിയാസിൻ്റെ അഭിവാദനങ്ങൾ. നിങ്ങൾ അയച്ച യോഹന്നാനും അബ്സലോമും നിങ്ങൾ ഒപ്പിട്ട കത്ത് ഞങ്ങളെ ഏൽപ്പിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിക്കുകയും ചെയ്തു. രാജാവിനെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അറിയിച്ചു. സാധ്യമായതെല്ലാം രാജാവ് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഭരണകൂടത്തോട് കൂറു പുലർത്തിയാൽ ഭാവിയിൽ നിങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ഞാൻ പരിശ്രമിക്കാം. ഈ കാര്യങ്ങളെക്കുറിച്ചും അവയുടെ വിശദാംശങ്ങളെക്കുറിച്ചും നിങ്ങളോട് കൂടിയാലോചന നടത്താൻ ഇവരോടും എൻ്റെ പ്രതിനിധികളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. 148-ാം ആണ്ട് ദിയോസ് കൊറിന്തിയോസ് 24-ാം ദിവസം. രാജാവിൻ്റെ കത്ത് ഇപ്രകാരമായിരുന്നു: അന്ത്യോക്കസ് രാജാവിൽ നിന്ന് തൻ്റെ സഹോദരൻ ലിസിയാസിന് മംഗളാശംസകൾ. നമ്മുടെ പിതാവ് ദേവന്മാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞു. പ്രജകൾ നിർവിഘ്നം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗ്രീക്ക് ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്നാവശ്യപ്പെട്ട് നമ്മുടെ പിതാവ് യഹൂദർക്ക് നൽകിയ കൽപ്പന അവർക്ക് സ്വീകാര്യമല്ലെന്നും സ്വന്തം ജീവിത സമ്പ്രദായങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നെന്നും അവ പിന്തുടരാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നെന്നും നാം കേട്ടിരിക്കുന്നു. ഈ ജനതയും പ്രതിബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനാൽ അവരുടെ ദേവാലയം തിരിച്ചേൽപ്പിക്കണമെന്നും
പൂർവിക ആചാരങ്ങളനുസരിച്ച് ജീവിക്കാൻ അവരെ അനുവദിക്കണമെന്നും നാം ആജ്ഞാപിക്കുന്നു. അവർ നമ്മുടെ നയം മനസ്സിലാക്കി സ്വകൃത്യങ്ങൾ സന്തുഷ്ടിയോടെ അനുഷ്ഠിക്കേണ്ടതെന്ന് നീ അവരെ ഈ സൗഹൃദ വാഗ്ദാനങ്ങൾ അറിയിക്കുന്നത് ഉചിതമായിരിക്കും. രാജ്യവാസികളെല്ലാവർക്കുമായി രാജാവ് എഴുതിയ കത്ത് ഇപ്രകാരമായിരുന്നു: യഹൂദരുടെ ആലോചനാ സഭയ്ക്കും മറ്റു യഹൂദർക്കും അന്ത്യോക്കോസ് രാജാവിൻ്റെ അഭിവാദനങ്ങൾ. നിങ്ങൾക്ക് സുഖമാണെങ്കിൽ നാം കൃതാർത്ഥനാണ്. നമുക്ക് ക്ഷേമം തന്നെ. വീടുകളിലേക്ക് മടങ്ങാനും സൽകൃത്യങ്ങളിൽ വ്യാപൃതരാകാനും നിങ്ങൾ ഇച്ഛിക്കുന്നെന്ന് മെനലാവുസ് നമ്മെ അറിയിച്ചിരിക്കുന്നു. ക്രിസ്താങ്കിസ്പൂസിന്റെ 30-ാം ദിനത്തിനു മുൻപ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവർക്കെല്ലാം നമ്മുടെ മൈത്രി ഉണ്ടായിരിക്കും. തങ്ങളുടെ ഭക്ഷണ രീതിയും നിയമങ്ങളും തുടർന്നും പാലിക്കാൻ യഹൂദർക്ക് പൂർണ്ണ അനുവാദം നൽകിയിരിക്കുന്നു. അറിയാതെ ചെയ്ത തെറ്റിന് ആരെയും അലട്ടുന്നതല്ല. നിങ്ങൾക്ക് ധൈര്യം പകരാൻ മെനലാവൂസിനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നു. മംഗളം ഭവിക്കട്ടെ. 148-ാം ആണ്ട് കിസാന്തിക്കോസ് 15-ാം ദിവസം. റോമാക്കാരും യഹൂദർക്ക് ഒരു കത്തയച്ചു. റോമാക്കാരുടെ പ്രതിനിധികളായ കിന്തൂസ് മെമ്മിയൂസ്, തിത്തൂസ് മാനിയൂസ് എന്നിവരിൽ നിന്ന് യഹൂദ ജനതയ്ക്ക് അഭിവാദനങ്ങൾ. രാജബന്ധുവായ ലിസിയാസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങളും അംഗീകരിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ അവൻ രാജാവിൻ്റെ തീരുമാനത്തിന് വിട്ടിട്ടുണ്ടല്ലോ. അവയെക്കുറിച്ച് അവധാനപൂർവ്വം ആലോചിച്ച് എത്രയും വേഗം ഒരു ദൂതനയച്ച് വിവരം ഞങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് യോജിച്ച നിർദ്ദേശങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾ അന്ത്യോക്യയിലേക്ക് പുറപ്പെടുകയാണ്. അതിനാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന് ദൂതൻ മുഖേന ഉടനെ അറിയിക്കുവിൻ. മംഗളം ഭവിക്കട്ടെ. 148-ാം ആണ്ട് കിസാന്തിക്കോസ് 15-ാം ദിനം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വിടാനിടയാക്കരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ശിശുമിശിഹാ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ശുദ്ധമായ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.